ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാം മത്സരത്തിലും തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് അർജന്റീന. ജോർദാനെ 3-1 അർജന്റീന തോൽപ്പിച്ചത്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ലാതിരുന്ന ലയണൽ മെസ്സി പകരക്കാരൻ്റെ റോളിലിറങ്ങി തകർപ്പൻ ഗോളോടെ ഗ്രൂപ്പ് ഘട്ടം അനശ്വരമാക്കി. എന്നാൽ ഇനി നോക്കൌട്ട് റൗണ്ടിൽ മുന്നിലുള്ളത് ഈ ലോകകപ്പിൽ ഇതുവരെയും തോൽക്കാത്ത കേപ്പ് വെർദെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ പടയോട്ടത്തിന് തടയിടാൻ കേപ്പ് വെർദെക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ആശങ്കയോടെ നോക്കുന്നത്. ഇന്ന് ജോർദാനെതിരെ മെസ്സിയെ ബെഞ്ചിലിരുത്തി തുടങ്ങിയ അർജന്റീന മെസ്സിയുടെ അഭാവത്തിലും തങ്ങൾ സൂപ്പറാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും അർജന്റീനക്ക് സാധിച്ചു. 19-ാം മിനിറ്റിലാണ് അർജന്റീന ലീഡെടുത്തത്. ബോക്സിൽ തൊട്ടുപുറത്ത് ലഭിച്ച ഫ്രീ കിക്കിനെ മനോഹരമായ കർവിംഗ് ഷോട്ടിലൂടെ ജിയോവാനിയിലെ സെൽസോയാണ് വലയിലെത്തിച്ചത്. ലീഡെടുത്തതോടെ ആത്മവിശ്വാസത്തോടെ കളിച്ച അർജന്റീന തുടരെ ആക്രമണം അഴിച്ചുവിട്ടു. 30-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലൗട്ടാറോ മാർട്ടിനസ് വലയിലെത്തിച്ചു. 55-ാം മിനിറ്റിൽ അർജന്റീനയെ ഞെട്ടിച്ച് ജോർദാൻ ഒരു ഗോൾ മടക്കി. മാസാ ടമാറിയാണ് ജോർദാനെ ലക്ഷ്യം കണ്ടത്. ഇതോടെ അർജന്റീന 3 മാറ്റങ്ങൾ വരുത്തി. മെസ്സിയും അൽമാഡിയും മാക്കലിസ്റ്ററും കളത്തിലേക്കെത്തി. 80-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് മെസ്സി വലയിലെത്തിച്ചോടെ 3-1 അർജന്റീന ലീഡ് ഉയർത്തി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 6ാം ഗോളാണിത്. 3 മത്സരത്തിലും ഗോൾ നേടാൻ ഇതിഹാസത്തിന് കഴിഞ്ഞു. ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ അർജന്റീന റൗണ്ട് 32ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി കാര്യങ്ങൾ എളുപ്പമാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം എതിർവശത്തുള്ളത് കേപ്പ് വെർദെ എന്ന പോരാളികളുടെ സംഘമാണ്. സ്പെയിനും സൗദി അറേബ്യയും ഉറുഗ്വേയും അടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിൽ നിന്ന് റൗണ്ട് 32ലേക്ക് കേപ്പ് വെർദെ കാലെടുത്ത് വെക്കുമ്പോൾ അതൊരു ചരിത്രമാണ്. ലിങ്ക്ഡിൻ വഴി കളിക്കാരെ കണ്ടെത്തി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർദെയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരങ്ങളും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതാണ്. യൂറോകപ്പ് ജേതാക്കളും ലോകകപ്പ് ഫേവറേറ്റുകളുമായ സ്പെയിനിനെ ഗോൾ ചെയ്ത സമനിലയിൽ തളച്ചതോടെയാണ് കേപ്പ് വെർദെ എന്ന കുഞ്ഞന്മാർ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. വമ്പൻ ജയം മുന്നിൽ കണ്ടിറങ്ങിയ സ്പെയിനിനെ ഗോളടിപ്പിക്കാതെ സമനിലയിൽ പൂട്ടുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ലാമി യമാലിനെ അടക്കം പൂട്ടാൻ അവർക്ക് സാധിച്ചു. ഇതിന് പിന്നാലെ ഉറുഗ്വായ്ക്കെതിരെ 2-2 സമനില പിടിക്കാനും കേപ്പ് വെർദെക്കായി. ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച സൗദി അറേബ്യയെ ഇത്തവണ ഗോൾ ചെയ്ത സമനിലയിൽ പൂട്ടി 2ാം സ്ഥാനക്കാരെയാണ് കേപ്പ് വെർദെ റൗണ്ട് 32ലേക്ക് എത്തുന്നത്. ജയത്തോളം മധുരമുള്ളതാണ് ഈ 3 സമനിലകളെന്ന് തന്നെ പറയാം. കേപ്പ് വെർദെയെ മറ്റു കുഞ്ഞന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന കാര്യം ടീമിൻ്റെ പ്രതിരോധത്തിലെ ശക്തിയാണ്. ഗോളടിച്ച് ജയിക്കാനായില്ലെങ്കിലും എതിരാളികളെ കൊണ്ട് ഗോളടിപ്പിക്കില്ലെന്ന മനോഭാവത്തോടെയാണ് കേപ്പ് വെർദെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എതിരാളികൾക്കും കേപ്പ് വെർദെ വലിയ വെല്ലുവിളിയാകുന്നു. പാർക്കിംഗ് ബസ് പ്രതിരോധം എന്ന് പറയപ്പെടുന്ന ശൈലിയാണ് കേപ്പ് വെർദെ മുന്നോട്ട് വയ്ക്കുന്നത്. 5 പേർ പ്രതിരോധത്തിൽ കോട്ട കെട്ടുമ്പോൾ ഈ കോട്ടയ്ക്ക് ഇളക്കം സൃഷ്ടിക്കാൻ എതിർ ടീം താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. കൃത്യമായി പൊസിഷൻ കാത്ത് കളിക്കുന്ന നിരയാണ് കേപ്പ് വെർദെ എന്ന് പറയാം. പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴും തങ്ങളുടെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴാൻ അവർ അനുവദിക്കുന്നില്ല. ഇത് റൗണ്ട് 32ൽ എതിരാളികൾക്ക് കാര്യങ്ങൾ ദുഷ്കരമാക്കും. ബൊസിജ എന്ന സൂപ്പർ ഗോൾ കീപ്പറുടെ മികവും കേപ്പ് വെർദെയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നു. ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിന്റെ ടീമിന് കേപ്പ് വെർദെ വലിയ വെല്ലുവിളി തീർത്തേക്കും. ഇതിനെ മറികടക്കാൻ ഏറ്റവും മികച്ച തന്ത്രം തന്നെ അർജന്റീന പയറ്റേണ്ടതായുണ്ട്. മെസ്സിക്ക് ലോകകപ്പ് വീണ്ടും നേടിക്കൊടുത്ത് യാത്രയേക്കാനാണ് അർജന്റീന ഒരുങ്ങുന്നതെങ്കിൽ ആ മോഹം റൗണ്ട് 32ൽ തന്നെ അവസാനിപ്പിക്കാനാണ് കേപ്പ് വെർദെ ശ്രമിക്കുന്നത്. മെസ്സിയുടെ പ്രതിരോധം പൊളിക്കാനുള്ള മികവിൽ തന്നെയാകും അർജന്റീന വിശ്വസിക്കുക. അർജന്റീനയ്ക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ടെങ്കിൽ കേപ്പ് വെർദെക്ക് ഇത്തരമൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും കേപ്പ് വെർദെ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളിയാവുന്ന കാര്യം ഉറപ്പാണ്.